നമസ്കാരം. കെ ടി സിയുടെ 19ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഗവൺമെന്റ് അക്കൗണ്ടിലുള്ള പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിച്ച് ട്രഷറി ബാലൻസ് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ്, അതിനെ പറ്റിയാണ് പറയുന്നത്. മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് അതായത് ഓരോ വർഷവും ജനുവരി മാസമാകുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഓരോ ജില്ലയ്ക്കുമുള്ള മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് ഗവൺമെന്റ് നിശ്ചയിക്കും. ഓരോ ജില്ലയ്ക്കുമുള്ള മാക്സിമം ക്യാഷ് ബാലൻസ് ഗവൺമെന്റ് നിശ്ചയിക്കും. അപ്പൊ അതിനുശേഷം ഒരു ജില്ലയ്ക്ക് ക്യാഷ് ബാലൻസ് എത്ര വേണം, അത് മാക്സിമം പരമാവധി എത്ര വേണമെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചതിന് ശേഷം ഓരോ ജില്ലയിലെയും ട്രഷറി ഓഫീസർമാര്, ജില്ലാ ട്രഷറി ഓഫീസർമാര് തൻ്റെ ജില്ലയിലുള്ള ഓരോ ട്രഷറിക്കും, സബ് ട്രഷറികളാണല്ലോ ഉദ്ദേശിക്കുന്നത്, ട്രഷറിക്കും മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് ഫിക്സ് ചെയ്ത് ഗവൺമെന്റിന് ഒരു സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ജില്ലയ്ക്കുള്ള മാക്സിമം ക്യാഷ് ബാലൻസ് നിശ്ചയിക്കും. എന്നാൽ ട്രഷറി ഓഫീസർ അതിനുശേഷം ആ ജില്ലയിലെ ട്രഷറി ഓഫീസറുടെ കീഴിലുള്ള ബാക്കി ട്രഷറികളിലേക്കുള്ള മാക്സിമം ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് ഫിക്സ് ചെയ്ത് ഗവൺമെന്റിന് ഒരു സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കും. ഈ ജില്ലയിലെയോ ട്രഷറിയിലെയോ യഥാർത്ഥ ക്യാഷ് ബാലൻസ് അവയ്ക്ക് യഥാക്രമം നിശ്ചയിച്ചിട്ടുള്ള മാക്സിമത്തിന് താഴെയായി എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ജില്ലയിലായാലും ശരി ട്രഷറിയിലായാലും ശരി, ആ ജില്ലയ്ക്കും ട്രഷറിക്കും ഒരു ക്യാഷ് ബാലൻസ് മാക്സിമം തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി ഫിക്സഡ് ആണത്. അപ്പോൾ നമ്മുടെ ഈ ജില്ലയിലെ ആയാലും ശരി ട്രഷറിയുടേതായാലും ശരി മാക്സിമം ക്യാഷ് ബാലൻസ് പിന്നെ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ താഴെയായിട്ട് യഥാർത്ഥ ക്യാഷ് ബാലൻസ് ഫിക്സ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് എപ്പോഴും. അത് ട്രഷറി ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ്. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്യാഷ് ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ള അതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിലുള്ള ക്യാഷ് ബാലൻസ്. അതാണ് പറഞ്ഞത്. ഓക്കെ. ഇനി വീക്കിലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് TR 89, ഫോം TR 89 നോൺ ബാങ്കിങ് ജില്ലാ സബ് ട്രഷറി ഓഫീസർമാര്, അതായത് ഒരു ട്രഷറിയുടെ ഇടപാടുകൾ ട്രഷറി തന്നെ നടത്തുന്ന, അല്ലെ ബാങ്ക് അല്ലാതെ, അതാണ് നോൺ ബാങ്കിങ്, ട്രഷറി തന്നെ നടത്തുന്ന തരത്തില് ജില്ലാ ട്രഷറി ഓഫീസർമാരായാലും സബ് ട്രഷറി ഓഫീസർമാരായാലും അവരെല്ലാം എല്ലാ ആഴ്ചയിലെയും അവസാന പ്രവൃത്തി ദിവസം, ലാസ്റ്റ് വർക്കിംഗ് ഡേ, ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ട്രഷറി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അത് അയക്കുന്ന ഫോർമാറ്റ് TR 89. അപ്പോൾ ആരാണ്? നോൺ ബാങ്കിങ് ആയിട്ടുള്ള ജില്ലാ സബ് ട്രഷറികൾ, ജില്ലാ ട്രഷറിയും സബ് ട്രഷറിയും, അതായത് ബാങ്ക് അല്ല അവരുടെ ഇടപാട് നടത്തുന്നത്, അങ്ങനെയുള്ള ജില്ലാ ട്രഷറിയും സബ് ട്രഷറിയും, അതായത് സാമ്പത്തിക പണമിടപാടുകൾ മുഴുവനും ട്രഷറി നേരിട്ട് നടത്തുന്ന നോൺ ബാങ്കിങ് ആയിട്ടുള്ള ജില്ലാ ട്രഷറിമാരും സബ് ട്രഷറിമാരും ഓഫീസർമാര് എല്ലാ ആഴ്ചയിലെയും ലാസ്റ്റ് വർക്കിംഗ് ഡേ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ട്രഷറി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട്, എല്ലാ മാസത്തെയും ക്യാഷ് ബാലൻസ് റിപ്പോർട്ട്, അത് ഫോം മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീക്കിലി ക്യാഷ് ബാലൻസിന് TR 89 ആണെങ്കിൽ മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടിൻ്റെത് TR 35. അത് എല്ലാ മാസത്തെയും ക്യാഷ് ബാലൻസ് റിപ്പോർട്ടുകൾ മൂന്നാമത്തെ പ്രവൃത്തി ദിവസം ട്രഷറി ഓഫീസർമാർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കണം. ഓരോ മാസത്തെയും മൂന്നാമത്തെ പ്രവൃത്തി ദിവസം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ട്രഷറി ഓഫീസർമാരെ അയച്ചു കൊടുക്കണം. ഏപ്രിൽ ആണെങ്കിൽ മാത്രമാണ് ചെറിയ എക്സ്ക്യൂസ്.
അത് 6ാമത്തെ പ്രവൃത്തി ദിവസത്തിന് മുമ്പായിട്ട് അയച്ചു കൊടുത്താൽ മതി, ഏപ്രിലിൽ. കാരണം മാർച്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡാണ്. അത്തരം കാരണങ്ങളാൽ ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ 6ാമത്തെ പ്രവൃത്തി ദിവസത്തിന് മുമ്പായിട്ട് അയച്ചു കൊടുക്കണം. അപ്പൊ മന്ത്ലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ആർക്കാ അയക്കേണ്ടത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അയക്കേണ്ടത്. വീക്കിലി ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ആർക്കാ അയക്കേണ്ടത്? ട്രഷറി ഡയറക്ടർക്ക്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ട്രഷറിയിൽ സൂക്ഷിക്കുന്ന നോട്ടുകളും നാണയങ്ങളും അടങ്ങിയ കറൻസി ചെസ്റ്റ്. അതായത് ട്രഷറിയിൽ സൂക്ഷിക്കുന്ന നോട്ട് നാണയമൊക്കെ അടങ്ങിയിട്ടുള്ള കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ മുതലാളി RBI ആണ്. എന്ന് പറഞ്ഞാൽ RBIയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇനി നോൺ ബാങ്കിങ് ട്രഷറി, അതായത് ബാങ്ക് മുഖേന പണമിടപാട് നടത്താത്ത ട്രഷറി ഓഫീസർമാർ ഓരോ ട്രഷറിയിലെയും വിതരണത്തിന് ആവശ്യമായ മതിയായ ഫണ്ട് കരുതുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. അത് ട്രഷറി ഓഫീസർമാരുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. നോൺ ബാങ്കിങ്ങിൽ പ്രത്യേകിച്ച്. ബാങ്കിങ് ആണെങ്കിൽ അത്ര പേരില്ല പ്രശ്നം. നോൺ ബാങ്കിങ്ങിലാവുമ്പോൾ അതിന് അവിടെ ആ ട്രഷറിയുടെ ട്രാൻസാക്ഷൻ ആവശ്യമായ പണം കരുതേണ്ട ഉത്തരവാദിത്തം ട്രഷറി ഓഫീസർമാർക്കാണ്. ഇനി ട്രഷറി ഓഫീസർക്ക് ഏത് സമയത്തും അധിക ഫണ്ട് കറൻസി ചെസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. യഥാർത്ഥ ക്യാഷ് ബാലൻസ് അധിക ഫണ്ട് ഉണ്ടെങ്കിൽ അത് കറൻസി ചെസ്റ്റിൽ ട്രഷറി ഓഫീസർമാർക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏത് സമയമൊന്നുമില്ല. ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കും കറൻസി ചെസ്റ്റിൽ നിന്ന് ട്രഷറി ബാലൻസിലേക്കുമുള്ള ഫണ്ടുകളുടെ എല്ലാ ട്രാൻസ്ഫറുകളും ട്രഷറി ഓഫീസർ 24 മണിക്കൂറിനുള്ളിൽ കറൻസി ഓഫീസറെ അറിയിക്കണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമുക്ക് അധിക ഫണ്ട് ഉണ്ടെങ്കിൽ എങ്ങോട്ട് വിടാം? കറൻസി ചെസ്റ്റിലേക്ക് ഏത് സമയത്തും ട്രഷറി ഓഫീസർക്ക് മാറ്റാം. കറൻസി ചെസ്റ്റിൽ നിന്ന് തിരിച്ച് ട്രഷറി ബാലൻസിലേക്കും ക്യാഷ് മാറ്റാം. അങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളും 24 മണിക്കൂറിനകം ട്രഷറി ഓഫീസർ കറൻസി ഓഫീസറെ അറിയിക്കണം. നമ്മുടെ കറൻസി ഓഫീസർ എവിടെ? റിസർവ് ബാങ്കിന്റെ ആളാണ് കറൻസി ഓഫീസർ. അദ്ദേഹം എവിടെയാണ്? മദ്രാസിലാണ്. മദ്രാസിലെ കറൻസി ഓഫീസറെ അറിയിക്കണമെന്നാണ് റൂള് പറയുന്നത്. ഇനി സബ് ട്രഷറി ഓഫീസർക്കും ഇതുപോലെ ട്രഷറി ബാലൻസിൽ നിന്ന് കറൻസി ചെസ്റ്റിലേക്കും തിരിച്ചും ഫണ്ട്, പണം ട്രാൻസ്ഫർ, ഡിപ്പോസിറ്റ് ചെയ്യുകയും തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോഴെല്ലാം TR 38 ഓരോ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച റിപ്പോർട്ട് ട്രഷറി ഓഫീസർക്ക് നൽകണം. സബ് ട്രഷറി ഓഫീസർ നൽകേണ്ടത് ട്രഷറി ഓഫീസർക്കാണ്. അപ്പൊ ഈ ട്രഷറി ഓഫീസർ ആർക്കാണ് നൽകേണ്ടത്? അത്തരത്തിൽ സാഹചര്യം വരുമ്പോൾ കറൻസി ഓഫീസർക്ക് നൽകണം. അപ്പൊ നമുക്ക് സബ് ട്രഷറിയിൽ നടക്കുന്ന ഇത്തരം ട്രാൻസാക്ഷൻസ്, അതായത് ചെസ്റ്റിലേക്കും ചെസ്റ്റിൽ നിന്ന് തിരിച്ച് ട്രഷറി ബാലൻസിലേക്കുമുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഇടപാടുകള് നമ്മൾ സബ് ട്രഷറി ഓഫീസർ ആരെ അറിയിച്ചാൽ മതി? ട്രഷറി ഓഫീസർ. ട്രഷറി ഓഫീസർ എന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ജില്ലാ ട്രഷറി ഓഫീസറാണ്. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻ, സബ് ട്രഷറിയിൽ നടക്കുന്ന ഈ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് സബ് ട്രഷറി ഓഫീസർ ഫോം 38 ട്രഷറി ഓഫീസറെ അറിയിച്ചാൽ മതി. ഇനി നമ്മളിപ്പോ നോൺ ബാങ്കിങ്ങിനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ, അതായത് ബാങ്ക് മുഖേന പണമിടപാട് നടത്തുന്ന ട്രഷറി ആണെങ്കിൽ അവരുടെ കറൻസി ചെസ്റ്റ് ബാങ്കിന്റെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്. അതായത് ബാങ്കിങ് ട്രഷറിയുടെ കറൻസി ചെസ്റ്റ് ബാങ്കിലാണ് സൂക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള കറൻസി ചെസ്റ്റിൽ, അതായത് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ കറൻസി ചെസ്റ്റിൽ നിന്നുള്ള എല്ലാ ഇടപാടുകളും മദ്രാസിലെ കറൻസി ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ച് ബാങ്കാണ് നടപ്പിലാക്കുന്നത്. അപ്പോ ബാങ്കിങ് ട്രഷറികളിൽ കറൻസി ചെസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്കിലാണ്. ആ ബാങ്കിൽ നിന്നുള്ള ഈ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ചെസ്റ്റിലേക്കും ചെസ്റ്റിൽ നിന്നുമുള്ള ട്രാൻസാക്ഷൻസ് ബാങ്കാണ് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് മദ്രാസിലെ കറൻസി ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ചാണ്.
ഓക്കെ, കാര്യങ്ങൾ ഞാൻ പറയുന്ന സ്റ്റൈലോ ഭാഷയോ ഒക്കെ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മാത്രമേ നമുക്കത് ഒരു പിന്നെ നമ്മളൊക്കെ എല്ലാം ഞാൻ പറയുന്നത് എല്ലാം ഓക്കെയാണ് ശരിയാണെന്ന് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവരാ. അപ്പൊ അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാലേ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള കേടുവന്ന നോട്ടുകൾ റിസർവ് ബാങ്കിന്റെ മദ്രാസിലെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ കേടുവന്ന നോട്ടുകൾ ഉണ്ടോ? ഈ കേടുവന്ന നോട്ടുകൾ ബാങ്കൊക്കെ നമ്മളോട് സ്വീകരിക്കാറുണ്ട്, തകരാറ് വന്ന നോട്ടുകളൊക്കെ. അതൊക്കെ അവസാനം റിസർവ് ബാങ്കിന്റെ മദ്രാസിലുള്ള ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇനി പണവും കോയിൻസും, ക്യാഷും കോയിൻസും ഓരോ ട്രഷറികളിലേക്കും കൊണ്ടുവരുന്നത് സീൽ ബാഗിൽ എസ്കോർട്ടിംഗ് സ്റ്റാഫിനെ വെച്ചിട്ടാണ്. ഇപ്പോൾ പണം കൊണ്ടുവരുമ്പോൾ, ട്രഷറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എസ്കോർട്ടിംഗ് ഓഫീസർ ഉണ്ടാവും. ഇനി ക്യാഷും കോയിൻസും ഒരു സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചെലവ്, അത് കണ്ടിൻജൻസീസ്, അതിൻ്റെ മരാമത്ത് ചെലവുകൾ നൽകേണ്ടത് റിസീവിംഗ് ഓഫീസറാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണിത്. അത് എക്സാമിന് ചോദിച്ചെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാഷ്, കോയിൻസ് ഇവ ഒരു സ്റ്റേഷനിലേക്ക് വരുമ്പോൾ, അപ്പൊ ഞാൻ പറയുന്നു ഒരു റിസർവ് ബാങ്കിന്റെ പിന്നെ മദ്രാസിലുള്ള ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ക്യാഷ് വരുന്നതെന്ന് വിചാരിക്കാം, ഒരു ട്രഷറിയിലേക്ക് വരികയാണ്. അങ്ങനെ ട്രഷറിയിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന കണ്ടിൻജൻസി ചെലവുകൾ നൽകേണ്ടത് ആ റിസീവിംഗ് ഓഫീസറാണ്. ആരാണോ ഈ പണം സ്വീകരിക്കുന്നത്, അതായത് ട്രഷറി ആണെങ്കിൽ ആ ട്രഷറി ഓഫീസറാണ് അതിന്റെ ചെലവ്, കണ്ടിൻജൻസി ചെലവുകൾ നൽകേണ്ടത്. ഇനി ഒരു ബാങ്കിലേക്കാണ് നോട്ടുകളും കോയിനുകളും കൊണ്ടുപോകുന്നതെങ്കിൽ അതിന്റെ ചെലവ് മീറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് RBI തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ട്രഷറിയിലേക്കാണ് ഈ പണവും ക്യാഷും നോട്ടുകൾ കോയിൻസും ഒക്കെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് അതിന്റെ കണ്ടിൻജൻസി ചെലവുകൾ മീറ്റ് ചെയ്യേണ്ടത് ആ ട്രഷറി ഓഫീസറാണ്, അത് റിസീവിംഗ് ഓഫീസറാണ്. പണം ആരാണോ സ്വീകരിക്കുന്നത് ആ ഓഫീസറാണ്. എന്നാൽ ബാങ്കിലേക്ക് നോട്ടുകളും കോയിനുകളും കൊണ്ടുവരുമ്പോൾ അതിന്റെ ചെലവ് വഹിക്കുന്നത് അല്ലെ മീറ്റ് ചെയ്യുന്നത് RBI തന്നെയാണ്. ഓക്കെ ആയെന്ന് മനസ്സിലാവുന്നു. ഇനി നമ്മൾ ഇനി ഡ്രാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രാഫ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഡ്രാഫ്റ്റ്, ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഉള്ള ഡ്രാഫ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ പറയുക? നമുക്ക് ഒരു പണം, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. തിരുവനന്തപുരത്ത് പരീക്ഷാ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു പണം കിട്ടണം. അപ്പൊ പരീക്ഷ ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഡ്യൂപ്ലിക്കേറ്റ് SSLC ബുക്ക്, ഡ്യൂപ്ലിക്കേറ്റ് SSLC ബുക്ക് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, മാർക്ക് ലിസ്റ്റ്. ഇപ്പോ SSLC കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് വിതരണം ചെയ്യുന്നുണ്ട് പരീക്ഷാ ഭവൻ. മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ അപേക്ഷിച്ച്, ഇപ്പൊ അല്ലാത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിൽ ഗ്രേഡ് ആണല്ലോ ഉള്ളത്, A+ മുതൽ താഴോട്ടുള്ള ഗ്രേഡുകളാണ് ഉള്ളത്. എന്നാൽ ഈ അടുത്ത കാലം മുതൽ പരീക്ഷാ ഭവൻ ആവശ്യമുള്ള കുട്ടികൾക്ക് അപേക്ഷിച്ചാല് ആ കുട്ടികളുടെ യഥാർത്ഥ മാർക്ക് ലിസ്റ്റ് അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് 500 രൂപയാണ് ഫീസ്. സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത്. റിസൾട്ട് വന്ന 3 മാസത്തിന് ശേഷം സ്കൂൾ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. 500 രൂപയാണ് ഫീസ്. ഈ 500 രൂപ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് മാറാൻ പറ്റണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഡ്രാഫ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് മാറാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഒരു ഫോറം ഒക്കെ, ഡ്രാഫ്റ്റിനുള്ള ഒരു ഫോറം ഒക്കെ പൂരിപ്പിച്ച് കൊടുക്കുകയാണ്. ബാങ്കിൽ കൊടുക്കുന്നു അല്ലെ ട്രഷറിയിൽ കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഡ്രാഫ്റ്റ് നമുക്ക് ഒരു ചെക്ക് പോലത്തെ ഒരു പേപ്പർ കിട്ടും, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അത് മിക്കവാറും ACP ക്രോസ് ചെയ്തിട്ടുണ്ടാവും. മുകളില് ഇടത്തെ ഭാഗത്ത് മുകളില് 2 വര വരച്ചിട്ട്
അത് ചില മിക്കവാറും സിയിലായിരിക്കും. AC പേയി എന്നുണ്ടാവും. അക്കൗണ്ട് പേയി ഓൺലി. അപ്പൊ അക്കൗണ്ട് പേയി ഓൺലി എന്ന് പറഞ്ഞാല് ഈ ചെക്കിന് ഉള്ള പണം, അതായത് 500 രൂപയാണ്, 500 രൂപ മാറേണ്ടത്, ക്യാഷ് ആവേണ്ടത് ഈ പറയുന്ന ആളുടെ അക്കൗണ്ടിലൂടെയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ ആർക്കാ ഇത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊടുത്തിരിക്കുന്നത്? പരീക്ഷാ സെക്രട്ടറിക്കാവും. അപ്പൊ പരീക്ഷാ സെക്രട്ടറിക്ക് തിരുവനന്തപുരത്ത് അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് ഈ പണം 500 രൂപ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ അക്കൗണ്ടിൽ നിന്നാണ് പരീക്ഷാ സെക്രട്ടറിക്ക് അത് പിൻവലിക്കാൻ പറ്റുക, അത് ക്രോസ് ചെയ്തതുകൊണ്ട്. എന്നാൽ നമ്മൾ ഇവിടുന്ന് ഡ്രാഫ്റ്റിന് അപേക്ഷ കൊടുത്തു, 500 രൂപ അടച്ചു, അതിന്റെ കമ്മീഷനും കൊടുത്തു, ഡ്രാഫ്റ്റിന് ഒരു ചെറിയ ചെലവ് പൈസ ഉണ്ട്, അതും കൊടുത്ത് അടച്ച് നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാങ്ങിയാൽ നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. നമ്മളുടെ അപേക്ഷയോടൊപ്പം നമ്മളുടെ അപേക്ഷയോടൊപ്പം ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി അയച്ചു കൊടുക്കുക. അങ്ങനെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് തിരുവനന്തപുരത്ത് അക്കൗണ്ടുള്ള ബാങ്കിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ആ പണം നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ ഓൺലൈൻ ട്രാൻസ്ഫർ അല്ല ഇത് ശരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഡ്രാഫ്റ്റ് എടുത്തു, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു, ഒരു അപേക്ഷ കൊടുത്തു, ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് പൂരിപ്പിച്ചു കൊടുത്തു, പൈസ അടച്ചു, അതിന്റെ കമ്മീഷൻ പൈസ എത്രയാണോ അതേ അടച്ചു. അത് അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെക്ക് രൂപത്തിലുള്ള ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടി. അതിൽ നമ്മുടെ എമൗണ്ട് 500 രൂപ ആർക്കാണ് അയച്ചിരിക്കുന്നത്? സെക്രട്ടറി, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം നമ്മൾ എഴുതി. അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. AC പേയി ഓൺലി. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 500 രൂപയുടെ നമ്മൾ അപേക്ഷയോടൊപ്പം തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കണം. അവിടെ വെച്ച് പരീക്ഷാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ ആ ബാങ്കിൽ അല്ലെ ട്രഷറിയിൽ എവിടെയാണോ ഉള്ളത് അവിടെ ഈ ഡ്രാഫ്റ്റ് കൊടുത്ത് അത് മാറി അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഈ പണം എടുക്കും. ദാറ്റ് ഈസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. മനസ്സിലാവുന്ന പറഞ്ഞുള്ളൂ, ടെക്നിക്കൽ ടേംസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ ഡ്രാഫ്റ്റ്, ബാങ്ക്, അത് ഒരുപാടുണ്ട്. എന്നാൽ പോലും നമുക്ക് പരീക്ഷാ സംബന്ധമായിട്ട് ഈ ഡ്രാഫ്റ്റിനെ സംബന്ധിച്ച് ഒരു 4 ടേംസ് വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഡ്രോയറാണ്. ഡ്രോയർ, ഡ്രോയി, റെമിറ്റർ, പേയി, 4 ടേംസ് ഉണ്ട്. ഈ 4 ടേംസിൽ ചില സമയത്ത് 2 ടേംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? ഡ്രോയർ, രണ്ടാമത്തെ ഡ്രോയി, മൂന്നാമത്തത് റെമിറ്റർ, നാലാമത്തെ പേയി. നമുക്ക് നോക്കാം ഡ്രോയർ ആരാണ്. ഈ ഡ്രാഫ്റ്റ് എടുക്കുന്നയാളാണ് ഡ്രോയർ. That means a person draws a draft. A person draws a draft. That is drawer. അപ്പൊ ഡ്രോയർ ആരാണ്? നമ്മളാണ്. ആരാണോ ഡ്രാഫ്റ്റ് എടുക്കുന്ന അയാളാണ് ഡ്രോയർ. അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്യണം. ഹയർ പേപ്പർ ഒക്കെ എഴുതുന്നെങ്കിലും മലയാളം ചിലപ്പോൾ ഉണ്ടാവില്ല. എ പേഴ്സൺ ഡ്രോസ് എ ഡ്രാഫ്റ്റ് ഈസ് നോൺ ആസ് ഡ്രോയർ. ഡ്രോയർ ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചാൽ നമ്മളാണ്. നെക്സ്റ്റ്, ഇനി ഇനി ഡ്രോയി, ഡ്രോവി, DRAWEE, ഡ്രോയി. അതിന്റെ വാചകം ഞാൻ പറയാണ്. ദ പേഴ്സൺ ഓർ ഓഫീസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ്. അതായത് ഒരിക്കൽ കൂടി കേൾക്കൂ. ദ പേഴ്സൺ ഓർ ഓഫീസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ് ഡ്രോവി.
അത് പണം കൊടുക്കേണ്ട ഓഫീസ്, അതാണ് ഡ്രോവി എന്നാണ് പറയുന്നത്. പണം കൊടുക്കേണ്ട ഓഫീസ്, അത് മിക്കവാറും ബാങ്ക് ആയിരിക്കും. ദ പേഴ്സൺ ഓർ ഓഫീസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ്, എന്താണ് പറയുന്നത്, ഡ്രോയി. അപ്പോ ഇതിന്റെ അർത്ഥം, ഏത് ഓഫീസാണോ ഈ പണം കൊടുക്കേണ്ടത്, അതായത് പേ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് പേയബിൾ, വിച്ച് ഇറ്റ് ഈസ് പേയബിൾ, ആ ഓഫീസ്, ആ ഓഫീസിനാണ് ഡ്രോയി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഡ്രോയി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുന്നയാളെ പറ്റി പറഞ്ഞു. ഡ്രാഫ്റ്റ് എടുക്കുന്നയാളാണ് എ പേഴ്സൺ ഡ്രോസ് എ ഡ്രാഫ്റ്റ്, ആളാണ് ഡ്രോയർ. അത് ക്ലിയർ ആയല്ലോ. ഡ്രോയി എന്ന് പറയുന്നത്, നമ്മൾ ഡ്രാഫ്റ്റ് എടുത്തു. ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഓഫീസാണോ ഈ ഡ്രാഫ്റ്റിന്റെ പണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പേ ചെയ്യേണ്ടത്, അയാളാണ് എന്ത്, ഡ്രോയി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഓർ ഓഫീസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് പേയബിൾ. ഇറ്റ് ഈസ് പേയബിൾ, പേയബിൾ എന്ന് മാത്രം ഓർത്താൽ മതി. പണം കൊടുക്കേണ്ട അതൊരു ബാങ്ക് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടുന്ന്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ SBIയിൽ നിന്ന് ഒരു ഡ്രാഫ്റ്റ് വാങ്ങാം. തിരുവനന്തപുരത്ത് പരീക്ഷ ഭവൻ സെക്രട്ടറിക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ SBIയുടെ ഉള്ള SBI എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്ത ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് തിരുവനന്തപുരത്തുള്ള ഒരു അഡ്രസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരാ അതിന്റെ പണം കൊടുക്കേണ്ടത്? തിരുവനന്തപുരത്തുള്ള SBI ആണ്. തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ആണ് ഇതിന്റെ പണം അവിടെ കൊടുക്കുക. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ബാങ്കാണ് എന്ത് പറയുന്നത്, ഡ്രോയി എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ പണം കൊടുക്കേണ്ട സ്ഥാപനം, കൊടുക്കേണ്ട ഓഫീസ്, കൊടുക്കേണ്ട ബാങ്ക് ഏതാണോ, ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രോവി. തേർഡ് വൺ, റെമിറ്റർ. റെമിറ്റർ ആരാണ്? ദ പേഴ്സൺ ഓർ പാർട്ടി ടു ഹൂം എ ഡ്രാഫ്റ്റ് ഈസ് ഗ്രാൻഡഡ് ഈസ് കോൾഡ് റെമിറ്റർ. ആരുടെ പേരിലാണോ പണമടച്ച് ഡ്രാഫ്റ്റ് എടുക്കുന്നത്, പണമടച്ച് ഡ്രാഫ്റ്റ് എടുക്കുന്നത് ആരുടെ പേരിലാണോ അയാളാണ് റെമിറ്റർ. ഇപ്പൊ നമ്മൾ ഒരാളുടെ പേരിൽ പണമടച്ചു, പക്ഷെ പൈസ കൊണ്ട് കൊടുത്തത് വേറെ ആളായിരിക്കും. അതല്ല, ആരുടെ പേരിലാണോ പണമടച്ച് ഡ്രാഫ്റ്റ് എടുക്കുന്നത് അയാളാണ് റെമിറ്റർ. ശ്രദ്ധിക്കണേ, പണം അടച്ചത് കൊണ്ട് മാത്രം റെമിറ്റർ ആകുന്നില്ല. ആരുടെ പേരിൽ അടച്ചുവോ അയാളാണ് റെമിറ്റർ. അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ പണം, അല്ലെ നമ്മളിപ്പോ നമ്മളെ ഓഫീസിലുള്ള ഒരു ജീവനക്കാരനെ ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി വിട്ടു. ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി വിട്ടപ്പോൾ നമ്മുടെ ഓഫീസ് ഹെഡിന്റെ പേരിലാണ് എടുക്കുന്നത്, പക്ഷെ പൈസ കൊടുത്തത് ഈ ഓഫീസ് ജീവനക്കാരനായിരിക്കും. പക്ഷെ അപ്പോഴും റെമിറ്റർ ആരാ? ആരുടെ പേരിലാണോ എടുക്കുന്നത് അയാളാണ് റെമിറ്റർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഓർ പാർട്ടി ടു ഹും എ ഡ്രാഫ്റ്റ് ഈസ് ഗ്രാൻഡഡ് ഈസ് കോൾഡ് റെമിറ്റർ. നെക്സ്റ്റ്, നാലാമത്തെ ടേം പേയി ആണ്. പേയി, PAYE, പേയി. ദ പേഴ്സൺ ഓർ പാർട്ടി ടു ഹും ഇറ്റ് ഈസ് പേയബിൾ ഈസ് ദ പേയി. ദ പേഴ്സൺ ഓർ പാർട്ടി ടു ഹും ഇറ്റ് ഈസ് പേയബിൾ ഈസ് കോൾഡ് പേയി. ആർക്കാണോ പണം കൊടുക്കേണ്ടത്, അതായത് ഈ ഡ്രാഫ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തെത്തി, നമ്മൾ കണ്ണൂരിൽ നിന്ന് അയച്ച ഡ്രാഫ്റ്റ് തിരുവനന്തപുരത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കാണോ അവിടെ പണം കൊടുക്കേണ്ടത്, പണം കൊടുക്കേണ്ടത് ആരാ? കൊടുക്കേണ്ടത് ആർക്കാണ്? പരീക്ഷാ സെക്രട്ടറിക്കാണ് പണം കൊടുക്കേണ്ടത്. അപ്പൊ പരീക്ഷാ സെക്രട്ടറിയാണ് അവിടെ പേയി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിക്കൊക്കെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയച്ചാല് ആരാണ് പേയി? യൂണിവേഴ്സിറ്റിയാണ് പേയി. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. 4 ടേം: ഡ്രോയർ, ഡ്രോയി, റെമിറ്റർ, പേയി. ഒരിക്കൽ കൂടി പറയാം. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് എടുക്കുന്ന ആളാണ് ഡ്രോയർ. ഡ്രോയി എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഫ്റ്റിന്റെ പണം തിരികെ കൊടുക്കുന്ന ഓഫീസോ ബാങ്കോ ആണ്
ഡ്രോയി എന്ന് പറയുന്നത്. റെമിറ്റർ എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണോ പണമടച്ച് ആരുടെ പേരിലാണോ പണമടച്ച് ഡ്രാഫ്റ്റ് എടുക്കുന്നത് അയാളാണ് റെമിറ്റർ. ദെൻ പേയി എന്ന് പറയുന്നത് ആർക്കാണോ പണം കൊടുക്കേണ്ടത്, പണം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ബാങ്കിന്റെ പേര് ഡ്രോയി. പണം ആർക്കാണോ കൊടുക്കേണ്ടത്, അത് കൈപ്പറ്റുന്ന ആരാണോ അവരാണ് പേയി എന്ന് പറയുന്നത്. ഓക്കെ, 4 ടേംസ് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റുകൾ ക്ലോസ് ചെയ്യണമെന്നില്ല. ക്ലോസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇനി സാധാരണഗതിയിൽ ട്രഷറിയിൽ നിന്നൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ സർക്കാർ ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് അപേക്ഷയിൽ സൂചിപ്പിക്കണം എന്നാണ് നമ്മൾ റൂൾസ് പറയുന്നത്. പിന്നെ ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഡ്രാഫ്റ്റുകളും, ട്രഷറി ഡ്രാഫ്റ്റുകൾ ട്രഷറി ഓഫീസർ ഒപ്പിട്ടിരിക്കണം. പിന്നെ ട്രഷറിയിൽ നിന്നും പേ ചെയ്യുന്ന ഓരോ ഡ്രാഫ്റ്റും രജിസ്റ്റർ ഓഫ് RBI റെമിറ്റൻസ് എൻകാഷ്ഡ് എന്ന രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. ഇപ്പൊ ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്ന ഡ്രാഫ്റ്റുകളെല്ലാം തന്നെ ഒരു രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടേ കൊടുക്കാവൂ. എന്ന് പറഞ്ഞാൽ ആ രജിസ്റ്ററിന്റെ പേരാണ് രജിസ്റ്റർ ഓഫ് RBI റെമിറ്റൻസ് എൻകാഷ്ഡ് എന്ന രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. ഇനി 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയാലും ട്രിപ്ലിക്കേറ്റ് ആയാലും ഡ്രാഫ്റ്റുകൾ 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ അത് കറൻസി ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ ക്യാഷ് ആവുള്ളൂ. അതൊന്ന് ഓർമ്മിച്ചിരിക്കാം. 6 മാസത്തിൽ കൂടുതലുള്ള പഴക്കമുള്ള ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് ഡ്രാഫ്റ്റുകൾ കറൻസി ഓഫീസറുടെ അനുമതിയോട് കൂടി മാത്രമേ ക്യാഷ് ആകുകയുള്ളൂ. ഇനി നഷ്ടപ്പെട്ടു പോയ ഡ്രാഫ്റ്റിന് യാതൊരു കാരണവശാലും റീഫണ്ട് നൽകുന്നതല്ല. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതായത് ഡ്രാഫ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ല പാർട്ടിക്ക് യഥാർത്ഥ അവകാശിക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രഷറി ചെന്ന് പറഞ്ഞ പിന്നെ എൻ്റെ ഡ്രാഫ്റ്റ് പോയി കാശ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കൂല. മറിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാഫ്റ്റ് അനുവദിച്ച് തരണമെങ്കിൽ ആയത് ലഭിക്കുന്നതാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഡ്രാഫ്റ്റിന് ഒരിക്കലും റീഫണ്ട് കിട്ടില്ല, മറിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഡ്രാഫ്റ്റ് എടുക്കാം. ദെൻ ലാപ്സ്ഡ് ഡ്രാഫ്റ്റിനെ കുറിച്ചാണ് പറയാം. ലാപ്സ്ഡ്, അതായത് ലാപ്സ്ഡ് എന്ന് പറഞ്ഞാല് മലയാളം കാലഹരണപ്പെട്ട ഡ്രാഫ്റ്റുകൾ. ആ കാലഹരണപ്പെട്ട ഡ്രാഫ്റ്റുകളെ പറ്റി പറയുമ്പോൾ ഡ്രാഫ്റ്റ് എടുത്തിട്ട് 3 അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞാൽ അത് ലാപ്സ്ഡ് ഡ്രാഫ്റ്റായി. അത് കൃത്യമായി 3 വർഷം കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലാപ്സ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറയാം. അടുത്ത പോയിന്റ്, 6 മാസത്തിൽ കൂടുതൽ ഡ്രാഫ്റ്റ് ക്യാഷ് ആക്കിയില്ലെങ്കിൽ ഡ്രോയിങ് ഓഫീസറിന്റെ കൺഫർമേഷന് ശേഷം മാത്രമേ ക്യാഷ് ആവൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് ഡ്രാഫ്റ്റ് ആണ് പറഞ്ഞത്, കറൻസി ഓഫീസറുടെ അനുമതിയോട് കൂടി മാത്രമേ ക്യാഷ് ആവൂ. എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റും ട്രിപ്ലിക്കേറ്റും ഒക്കെ ഉണ്ടാവുന്നത്? ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാം, അത് 2 എണ്ണം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ട്രിപ്ലിക്കേറ്റ് മേടിക്കാം. 3ാമത്തെ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2ാം കിട എന്നുള്ള അർത്ഥമല്ല, 2ാമത്തെ കോപ്പി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ കോപ്പി എന്നാണ് അർത്ഥം. 1ഉം 2ഉം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ 3ാമത്തെ കോപ്പി വേണ്ടി വരുന്നത്. അത് നമ്മൾ അപേക്ഷിച്ച് ട്രിപ്ലിക്കേറ്റ് മേടിക്കാം. അപ്പൊ അത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതും ട്രിപ്ലിക്കേറ്റ് ആയിട്ടുള്ളതുമുള്ള ഡ്രാഫ്റ്റുകൾ പിന്നെ 6 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ ഈ കറൻസി ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ ക്യാഷ് ആക്കാൻ പറ്റുള്ളൂ. ഇനി അല്ലാത്ത നോർമൽ ആണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ഡ്രാഫ്റ്റ് ക്യാഷ് ആക്കിയില്ലെങ്കിൽ ഡ്രോയിങ് ഓഫീസറിന്റെ കൺഫർമേഷന് ശേഷം മാത്രമേ ക്യാഷ് ആക്കുകയുള്ളൂ. ഇനി അതാണ് പറയാനുള്ളത്. ലാപ്സ്ഡ് ഡ്രാഫ്റ്റ്സ്, പൊതുവെ എല്ലാ ലാപ്സ്ഡ് ഡ്രാഫ്റ്റ്സുകളും കറൻസി ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ ഓർഡറിന്റെ അടിസ്ഥാനത്തിലെ
ക്യാഷ് ആവുകയുള്ളൂ. എന്താണ് ലാപ്സ്ഡ് ഡ്രാഫ്റ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. ലാപ്സ്ഡ് ഡ്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് ഈ ഡ്രാഫ്റ്റ്സ് എടുത്തതിന് ശേഷം 3 അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞാലാണ് അതിനെ ലാപ്സ്ഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാപ്സ്ഡ് ഡ്രാഫ്റ്റ് ക്യാഷ് ആവണമെങ്കിൽ കറൻസി ഓഫീസറുടെ ഓർഡർ അത്യാവശ്യമാണ്. ഓർമ്മിക്കുക, കറൻസി ഓഫീസർ എവിടെയാണ്? ചെന്നൈയിലാണ് റിസർവ് ബാങ്കിന്റെ നമ്മുടെ കറൻസി ഓഫീസർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങളും ഞാനിവിടെ നിർത്തുകയാണ്. ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.